ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ ഞാൻ ഫാത്തിമയാണ് വീണ്ടും വന്നിരിക്കുന്നത്. മറ്റൊന്നിനല്ല, വീണ്ടും ഡയറക്റ്റ് വേക്കൻസി പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കുറേയേറെ വേക്കൻസികളുണ്ട്. അബുദാബി, ദുബായികളായിട്ട് കുറേയേറെ വേക്കൻസി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരുപാടില്ല, എങ്കിലും ഒരു പിടി വേക്കൻസികളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഈ വേക്കൻസികളിൽ അപ്ലൈ ചെയ്യുന്ന മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എല്ലാവരും പിന്നെ പി എം അയച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരുപാട് പേര് എനിക്ക് പി എം അയക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയും പേർക്ക് എന്തിനാണ് പി എം അയക്കുന്നത്, ഡയറക്റ്റ് തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാമെന്ന്. ഓക്കെ, നിങ്ങൾ ആരെയും വിളിച്ച് ശല്യപ്പെടുത്തരുത്. നിങ്ങൾ സി വി മാത്രം സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ആവശ്യക്കാർ അവർ തിരിച്ച് കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ജോബ് വേക്കൻസി എന്താണെന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് അബുദാബിയിലുള്ള ഏതൊക്കെ ജോബ് വേക്കൻസി ആണെന്ന് നോക്കാം. അബുദാബിയിൽ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരു HSC ഓഫീസറിൻ്റെ ആവശ്യമുണ്ട്. ആദ്യം തന്നെ ഉള്ളത് ഒരു HSC ഓഫീസറിൻ്റെ ഒഴിവാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡിൽ സേഫ്റ്റി ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് നിർബന്ധമാണ്. HSC ഓഫീസറിന് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമതായിട്ട് ഒരു ഓഫീസിലേക്ക് അബുദാബി മുസഫയിൽ തന്നെയുള്ള ഒരു ഓഫീസിലേക്ക് ഫീമെയിൽ റിസപ്ഷനിസ്റ്റിന് ആവശ്യമാണ്. റിസപ്ഷനിസ്റ്റ് കം ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസറിനെയാണ് ആവശ്യം. അപ്പം തീർച്ചയായിട്ടും പെൺകുട്ടികൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഓൺ വിസക്കാരെയാണ് ഇവരെ പ്രിഫർ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല സാലറിയും പ്ലസ് ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കുന്നതാണ്. ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഹിന്ദി ലാംഗ്വേജ് നല്ല ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. മിനിമം 1 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അബുദാബിയിലുള്ള വേക്കൻസി. ഇനി നമുക്ക് ദുബായ് വേക്കൻസിയിലോട്ട് നോക്കാം. ദുബായിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഓഫീസിലേക്ക് 3 വേക്കൻസി വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു റിയൽ എസ്റ്റേറ്റ് ഓഫീസിലേക്കാണ് ഇനി അടുത്തതായിട്ട് പറയുന്ന വേക്കൻസി ഉള്ളത്. ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട്. ഒന്നുകൂടെ പറയാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട്. രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് ഇതേ ഓഫീസിൽ തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിൻ്റെ വേക്കൻസി ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് അഡ്മിൻ കം HR ഒരു ഒഴിവും കൂടെ വന്നിരിക്കുന്നു. അപ്പോൾ ഈ അഡ്മിൻ കം HR ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന പറയാതെ അറിയാമല്ലോ. അഡ്മിൻ കം HR എക്സ്പീരിയൻസ് ഒരു വർഷം, മിനിമം ഒരു വർഷം എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. അപ്പോൾ അഡ്മിൻ കം HR നല്ല സാലറി പാക്കേജ് ഉണ്ടായിരിക്കണം. ഒരു കാര്യം കൂടെ അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്, ലാംഗ്വേജ് ഹിന്ദി, ഇംഗ്ലീഷ് നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിരിക്കണം. അത് മാത്രമേ അവർ പറയുന്നുള്ളൂ. പിന്നെ ഓൺ വിസക്കാരെയും പരിഗണിക്കും. ഇനി വിസ ഇല്ലാത്ത ആൾക്കാർക്ക് വിസ ആൻഡ് അക്കോമഡേഷന് ഒക്കെ അട്രാക്റ്റീവ് സാലറി പാക്കേജും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഇനി നമുക്ക് മൂന്നാമതായിട്ട് പോവാം. ദുബായിലേക്കുള്ള ഒരു റെസ്റ്റോറൻറ്റ് വേക്കൻസി, പുതുതായി തുടങ്ങാൻ പോണ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ആദ്യമായിട്ടൊരു കാഷ്യർ വേക്കൻസിയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക്. ഇനി റെസ്റ്റോറൻറ്റാന്ന് പറഞ്ഞാൽ ആരും അപ്ലൈ ചെയ്യാതിരിക്കേണ്ട, ഒരു കാഷ്യർ വേക്കൻസി വന്നിട്ടുണ്ട്. വിസയും അക്കോമഡേഷനും ഫുഡും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. നല്ല സാലറിയും ഉണ്ട്. കാഷ്യർ വേക്കൻസി, പിന്നെ അത് ലേഡീസിനും അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് അതേ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് മാനേജറിൻ്റെ വേക്കൻസിയാണ്. നല്ല അട്രാക്റ്റീവ് സാലറിയും പാക്കേജും അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ റെസ്റ്റോറൻറ്റ് മാനേജറിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് അവിടെ തന്നെ കിച്ചൺ ഹെൽപ്പറിൻ്റെ 3 കിച്ചൺ ഹെൽപ്പേഴ്സിന് വേണം. കിച്ചൺ ഹെൽപ്പറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഇനി നാലാമതായിട്ട് വന്നിരിക്കുന്നത് അവിടെ തന്നെ പിന്നെ എന്താണ് ക്ലീനർ വേക്കൻസി. അതും ഒരു 3 ക്ലീനർ വേക്കൻസിയാണ് പറയുന്നത്. ഇനി പിന്നെ അവസാനമായിട്ട് അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ ഞാൻ പറഞ്ഞു, പുതുതായിട്ട് ആരംഭിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഇത്രയും വേക്കൻസി വന്നിരിക്കുന്നത്. ബൈക്ക് ഡെലിവറി ബോയ്സിന് ആവശ്യമുണ്ട്. ബൈക്ക് ഡെലിവറി ബോയ്സിന് അവരേക്കും 2 പേരെയാണ് ആവശ്യം. ഓക്കെ, അപ്പം എല്ലാവരും ഈ ആഴ്ചത്തെ ഡയറക്റ്റ് വേക്കൻസി അപ്ലൈ ചെയ്യുമല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള ഡയറക്റ്റ് വേക്കൻസി അപ്ഡേറ്റ്സ് കിട്ടാനായിട്ടും അതുപോലെ വാക്ക് ഇൻ ഇൻ്റർവ്യൂസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ടും എനിക്ക് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ഫോളോ ചെയ്താൽ മാത്രം പോരാട്ടോ, നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒക്കെ ശ്രമിക്കണേ. താങ്ക് യു സോ മച്ച്.